ഹലോ, എന്തെല്ലാം വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുക്കിംഗ് മാത്രമായിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നങ്ങനെ അധികം ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലെ തന്നെ ഞാനിതാ കിച്ചണിൽ കയറിയിട്ട് ചോറിനുള്ള വെള്ളമാണ് കേട്ടോ വെക്കുന്നത്. ഇവ മദ്രസയിൽ പോയിട്ടുണ്ട് കേട്ടോ. ഓള് പോയതിന് ശേഷമാണ് ഞാൻ ചോറിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വീട്ടിൽ കാക്കും കൂടെ ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാക്കു വന്ന ദിവസത്തെ വീഡിയോ ആയിരുന്നല്ലോ, അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതാ ചോറിനുള്ള അരിയൊക്കെ കഴുകി വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോൾ തലേദിവസം നമ്മൾ പത്തിരി ചുട്ടത് കുറച്ചുണ്ട്, അപ്പോൾ അത് തികയൂല. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, കുറച്ച് പുട്ടും കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നാൽ പിന്നെ എളുപ്പമാവുമല്ലോ. പിന്നെ ചിക്കൻ കറി കുറച്ചുണ്ട് തലേദിവസത്തത്, അപ്പോൾ കുറച്ച് ചിക്കൻ കറിയും വെക്കണം. തലേദിവസത്തെ കറി ഇത് കൂടെ അങ്ങ് കുറച്ച് കൂട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്, പുട്ടിനുള്ള പൊടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. 2-3 ദിവസം ഗ്യാപ്പ് വന്നു എന്നറിയാം, സോറി. ഞാൻ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഇടലും വോയിസ് കൊടുക്കലും ഒക്കെ കണക്കാണ് കേട്ടോ. അതാണ് പ്രശ്നം പറ്റുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക, വോയിസ് 2-3 ദിവസം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ വോയിസ് കൊടുക്കുമ്പോൾ തപ്പലും തടച്ചിലും ആയിരിക്കും കേട്ടോ. എന്താ പറയുക എന്നുള്ളത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കേണ്ടി വരും. അങ്ങനെ പുട്ടിനുള്ളത് ഞാൻ അവിടെ നനച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇനിയിപ്പോൾ അതാ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച എടുത്തതാണ്. അതായത് ഇന്നൊക്കെ 8 ദിവസമായിട്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ട് കാക്കു പോയിട്ട് 8 ദിവസമായി. ഇനി ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിങ്ങാണ്ട് കുക്കറിലാണ് കേട്ടോ ഞാൻ കറി വെക്കുന്നത്. എപ്പോഴും പോലെ തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ റെസിപ്പി വീഡിയോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റി തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിങ്ങാണ്ട് ചിക്കന് ഞാൻ വെറുതെ ഒന്ന് ഉപ്പും മുളകും പുരട്ടിങ്ങാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് തലേദിവസത്തെ ചിക്കൻ കറി ഉണ്ടല്ലോ അതും കൂടെ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിങ്ങാണ്ട് ഞാനതൊന്ന് എന്താ പറയുക ഒന്ന് ചൂടായി വന്നപ്പോഴാണ് ഞാൻ കുക്കർ അടച്ചു കൊടുത്തിങ്ങാണ്ട് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട്, കാരണം തലേദിവസത്തെ കറി തേങ്ങ അരച്ച കറിയായിരുന്നു. അപ്പോൾ അത് നല്ല ടൈറ്റായിരുന്നു കേട്ടോ. തേങ്ങ അരച്ച കുറച്ച് കറി ഉള്ളത് അതിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര ടൈറ്റായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ കൗണ്ടർ ടോപ്പും നമ്മൾ നിരത്തിയിട്ടുള്ള പാത്രങ്ങളും ഇതോളം ഒക്കെ ഒന്ന് അവിടുന്ന് എടുത്ത് കൊണ്ടുപോയി കഴുകാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അതാ നമ്മൾ പുട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി വെന്തപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിൽ നല്ല റെഡ് കളറിലൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെയാണ് വെക്കാറ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ ചിക്കൻ കറി ഒരു പുത്തിരി ആയിരിക്കില്ല. ഇനിയിപ്പോൾ ദാ ചിക്കൻ കറിയിൽ ഉപ്പ് കുറച്ച് കുറവുണ്ടാകും കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിങ്ങാണ്ട് ഞാൻ എന്ത് ചെയ്തു, നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുത്തു. ആ ഇളക്കിയ സമയത്ത് എൻ്റെ കയ്യിലോട്ട് നന്നായിട്ട് തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ പൊള്ളൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ദാ ഇത് ഉള്ളി വാട്ടിയിട്ട് എടുക്കുന്നത് ഇവാക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മുട്ട കുറേ ഉണ്ടല്ലോ ട്രേ വാങ്ങാറാണോ എന്ന് ചോദിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിൽ. നമ്മൾ ചിലപ്പോൾ ട്രേ വാങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വാങ്ങും കേട്ടോ. അപ്പോൾ സിമ്പിളായിങ്ങാണ്ട് കൂട്ടാനുണ്ടാക്കിയിട്ട് ഓളെ അങ്ങ് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്കൂളുണ്ട്, അപ്പോൾ ഓൾക്കുള്ള മുട്ട പൊരിച്ച് ഉണ്ടാക്കാമെന്ന് കേട്ടോ. അരിമുളകൊക്കെ ഇട്ടിങ്ങാണ്ടാണ് ഉണ്ടാക്കുന്നത്. അരിമുളക് ആൾ കഴിക്കൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാൽ കൂടെയും ആ മുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് വെറും ഉപ്പിട്ടിങ്ങാണ്ട് മുട്ട പൊരിച്ച് കൊടുത്തേക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം ഒരു ഉപ്പും എരിയും ചെറിയൊരു എരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്ക് എന്നും കഴിക്കാൻ തോന്നുള്ളൂ. അപ്പോൾ അത് കാരണം മുളക് ഞാനിടും. അവരത് പെറുക്കി കളഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ അതാ തലേദിവസത്തെ പത്തിരിയാണ് കേട്ടോ കാക്കു ഒഴിച്ചിട്ടുണ്ടാകുന്നത്. പിന്നെ കുറച്ച് പുട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുട്ടും ചിക്കൻ കറിയൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് കടയിലേക്കൊക്കെ ഒന്ന് പോകാനുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. തലേദിവസം ഞാൻ നല്ല രീതിയിൽ അടിച്ച് തുടച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
പ്രത്യേകിച്ച് ഇന്ന് അടിക്കാനും തുടക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവാക്ക് സ്കോളർഷിപ്പിൻ്റെ ഒരു അപേക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് അക്ഷയ വരെ പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിതാ കടയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയും കയറിങ്ങാണ്ട് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെതാ ഉച്ചക്കൽക്കുള്ള ലഞ്ചിൽക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി കാക്കുവിനൊരു ചെരുപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ആണ് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ പയറുപ്പേരി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം ചിക്കനും ഇതൊക്കെ ഉണ്ടായത് കാരണം രാവിലെയും ചിക്കനായിരുന്നു. അപ്പോൾ ഉച്ചക്ക് സിമ്പിളായിട്ട് ഒരു ലഞ്ചാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പയറ് പൊട്ടിച്ചെടുത്തിട്ട് അത് തൂമിച്ചിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം പയറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചധികം എണ്ണയും ഉള്ളിയും വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി എന്തിനാ ഇത്ര എണ്ണയും ഉള്ളിയെന്ന് വിചാരിക്കണ്ട. അപ്പോൾ പയറ് കുറച്ചധികം ഉണ്ട്. കാക്കു ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ കുറച്ചധികം വെക്കും കേട്ടോ. കാരണം കാക്കു ചോറിനേക്കായും കൂടുതൽ അപ്പോൾ കഴിക്കുക ഉപ്പേരിയാണ്. അപ്പോൾ പിന്നെ ഞാനത് കുറച്ചധികം വെക്കും. കാക്കുള്ള ദിവസം എനിക്ക് വെച്ചുണ്ടാക്കാൻ തന്നെ ഒന്നുകൂടി ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. കാരണം കഴിക്കാൻ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമ്മളും കഴിച്ചു പോകും കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കു ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണ് ഫുഡാണ് കൊടുത്തിക്കണത് എങ്കിൽ കൂടെയും കാക്കുണ്ടെന്നുണ്ടെങ്കിൽ ഓല് കഴിക്കും കേട്ടോ. അതാണ് ഇവിടുത്തെ പോളിസി എന്ന് പറയുന്നത്. കാക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഓല് ഇതേമാതിരി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് തിന്നും, പിന്നെ വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഓരോരോ അറ്റിറ്റാരം പറഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ പിന്നെ മൂപ്പരുണ്ടെന്നുണ്ടെങ്കിൽ എന്തും ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കും. എന്നാൽ പിന്നെ അവരും മത്സരിച്ച് കഴിക്കണ മാതിരി ആയിരിക്കും കേട്ടോ കാക്കും കൂടെ ഉണ്ടെങ്കിൽ. ഇനിയിപ്പോൾ അതാ എല്ലാത്തിൽക്കും ഇപ്പം ഞാൻ ഇതേപോലെ അരിമുളകാണ് ഇട്ട് കൊടുക്കാറ്. അരിമുളക് എന്തേ കാട്ടി സുർക്കിയിലിട്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സുർക്കിയിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. സുർക്കിയിലിട്ട് കഴിഞ്ഞാൽ നല്ല എരിവുള്ള അരിമുളകാണ്. അപ്പോൾ കഴിക്കാൻ എന്തായാലും കഴിയൂല. അങ്ങനെ ഇതാവുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഉപ്പേരിയിലൊക്കെ ഇടുമ്പോൾ ആ ചോറ് കഴിക്കുന്ന ടൈമിൽ ഈ ഉപ്പേരിത്തെ അരിമുളകും കുറച്ച് ഉപ്പേരിയും ആ ചോറിൽ ഇങ്ങോട്ട് കൂട്ടി കഴിച്ചിട്ട് അതങ്ങ് കഴിക്കും. ആ ഒരു ടൈമിൽ നമ്മൾ ആ മുളക് ഇടക്ക് കടിക്കണ ടൈമിൽ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അറിയില്ലേ. ഒരു എരിവും ആ ചോറും ഒക്കെ കൂടെ അങ്ങോട്ട് ചെല്ലും ചോറൊക്കെ അറിയില്ലേ. എനിക്ക് പറയുമ്പോഴേക്കും എൻ്റെ വായിൽ വെള്ളം വരുന്നു കേട്ടോ. ആ മുളക് ഇടക്ക് കടിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. നമ്മൾ ഈ മുട്ടയൊക്കെ പൊരിക്കുന്ന ടൈമിൽ എനിക്ക് മുട്ടനേക്കായി ഇഷ്ടമാണ് മുട്ടയിലുള്ള ആ ഒരു മുളകും അതുപോലെ തന്നെ ആ ഉള്ളിയും കഴിക്കണത് കേട്ടോ. നമ്മൾ ആ മുളക് എടുത്ത് കളയുമല്ലോ ചിലവിലൊക്കെ മുട്ടയിൽ നിന്ന്. ആ മുളക് ഞാൻ എടുത്തുങ്ങാണ്ട് അതും ചോറും കഴിക്കും കേട്ടോ. എനിക്കിഷ്ടമാണ് മുട്ടയിലൊക്കെ ഇട്ട മുളക്. അങ്ങനെ പയറുപ്പേരി അവിടെ ലോ ഫ്ലെയിമിൽ വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ മെഷീനിൽ കുറച്ച് തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തോരയിടട്ടെ. അപ്പോൾ കാക്കു ആനക്കുട്ടി അവിടെ മുറ്റത്ത് കൂടി ഇങ്ങനെ ഓരോന്നും നോക്കിയിട്ടും ഇതാക്കിയിട്ട് അങ്ങനെ നടക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അത്യാവശ്യം ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് കാക്കുവിന് ഉച്ചയ്ക്ക് ശേഷം പോകും വേണം. അപ്പോൾ ഇന്നൊരു 3 മണി ആ ഒരു ടൈമിൽ കാക്കു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ തുണികളും കാര്യങ്ങളൊക്കെ തോരയിട്ടതിന് ശേഷം പിന്നെ ആണ് ഞാൻ കറി വെക്കാനും നിന്നിട്ടുണ്ടാകുന്നത്. വെയിൽ കണ്ടപ്പോൾ മെഷീനത്തെ തിരുമ്പൽ കഴിഞ്ഞപ്പോൾ അതങ്ങ് തോരിയിട്ടിട്ട് പിന്നെ ബാക്കിയുള്ള പണിക്ക് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകളങ്ങ് തോരിയിടാൻ നിൽക്കണം. അപ്പോൾ കാക്കുവിനോട് അവിടെ അങ്ങനെ വർത്താനം പറയുന്നുണ്ട്. അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ചിറിച്ചും ഇതാവൊക്കെ ചെയ്യണം കേട്ടോ. ഒറ്റക്കൊന്ന് ചിറിച്ച് കണ്ടിട്ട് പിരാന്താണെന്നൊന്നും വിചാരിക്കരുത്. ക്യാമറയുടെ ബാക്കിൽ ബിഹൈൻഡ് ദ സീനിൽ ആൾക്കാരുണ്ട് കേട്ടോ. അയാനക്കുട്ടിയും അതുപോലെ കാക്കും അവിടെ ഉണ്ട്. അപ്പം ഞാൻ തുണികൾ തോരണീൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഓരോ തുണികൾ മൂപ്പരും കൊടുന്നങ്ങാണ്ട് ഇടുന്നുണ്ട് കേട്ടോ. ഭയങ്കര വെയിലാണ് കാരണം ഭയങ്കര കത്തണ വെയിലാണ് കേട്ടോ. ചിലപ്പോൾ അങ്ങനെയാണ്. ഈ ഒരു ഭാഗത്ത് അധികം മരം ഇല്ല, അതുകൊണ്ട് ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കിട്ടും കേട്ടോ. ഇവിടെ 1-2 റബ്ബർ ഈ ഒരു സൈഡിലുള്ളൂ. അതങ്ങോട്ട് ഫ്രണ്ടിലോട്ടാണ്. ബാക്കിലോട്ട് റബ്ബറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടേക്ക് നല്ല രീതിയിൽ തന്നെ വെയിൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് തുണികളൊക്കെ അപ്പോൾ പെട്ടെന്ന് നന്നായിട്ട് ഉണങ്ങി കിട്ടിക്കോളും. പിന്നെ കാക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ജോലിയാണോ ഞാൻ ചെയ്യുന്നത് അതിലൊക്കെ മൂപ്പരും ഷെയർ ആക്കാൻ വേണ്ടിയിട്ട് കൂടും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇതേപോലെ മിണ്ടി പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ആണ് പണികളും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ നമുക്കൊരു സമാധാനമാണ് കേട്ടോ. മറ്റേത് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് പണിയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു ബോറടിയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇത് കാക്കും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കൂടും ഇതാക്കും ചെയ്യുമ്പോൾ രണ്ടാളും കൂടെയാണ് എല്ലാ പണികളും ഷെയറാക്കി അങ്ങനെ ചെയ്യും. ഷെയറാക്കുക പറഞ്ഞാൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യും. എന്നാലും നമുക്കിങ്ങനെ ഓരോന്ന് കട്ട് ചെയ്യേണ്ടതും ഇതുപോലെ തുണി ആറിടേണ്ടതും തുണി
അലക്കാനിരിക്കുമ്പോഴും ഒക്കെ എല്ലാത്തിനും ഒരു കൈസഹായമായിട്ട് ഒപ്പം ഉണ്ടാകും കേട്ടോ, മിണ്ടി പറഞ്ഞങ്ങാണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാക്കു വരുന്ന ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പണിയെടുക്കാൻ ആളെ കിട്ടുന്നുള്ളേക്കല്ല കേട്ടോ, നമുക്ക് മിണ്ടി പറഞ്ഞിരിക്കാനും ഉള്ള ജോലി ചെയ്യുമ്പോൾ ഒരു സന്തോഷമല്ലേ. മറ്റേത് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പണിയെടുക്കുക ഇതാക്കുക, നേരം വെളുക്കണു മൊന്തിയണു ആ ഒരു രീതിയിലല്ലേ. ഒരാൾ അധികം എക്സ്ട്രാ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ അതൊരു സന്തോഷം തന്നെയല്ലേ നമുക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് മുരിങ്ങ പൊട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അരിമുളകും തൈ ഉണ്ട് കേട്ടോ. അപ്പോൾ അയിമത് അരിമുളക് എന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതയിമ നിന്നോട്ടെ, ഇനി ഇപ്പോൾ പൊട്ടിക്കണ്ട, അവിടെ പൊട്ടിച്ച് വെച്ചതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ മൂത്തുക്കണു എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് കുറച്ച് അതിൽ നിന്ന് പൊട്ടിച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ പിടിച്ചു കൊടുന്നപ്പോൾ ക്യാമറ തല തിരിഞ്ഞങ്ങാണ്ട് വന്നു കേട്ടോ. അപ്പോൾ അത് പറഞ്ഞങ്ങാണ്ട് ചിരിക്കായിരുന്നു. ഇനിയിപ്പോൾ മുരിങ്ങാക്കറി വെക്കട്ടെ. അപ്പോൾ വെയിലിൻ്റെ ശക്തി നിങ്ങൾക്ക് ആ മുറ്റത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലാവണില്ലേ, അത്രത്തോളം നട്ടുച്ച വെയിലാണ് കേട്ടോ. നട്ടപ്ര വെയിൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലാണ്. ഇനിയിപ്പോൾ അതാ മുരിങ്ങയിൽ കൂടെ ഒന്ന് ഊരിയെടുക്കുകയാണ്. ഇവിടെ ഇലക്കറി അതുപോലെ തന്നെ പച്ചക്കറി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാക്കൂന്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽക്കേ മക്കളും ആ ഒരു ഇവിടെ കാക്കൂൻ്റെ വീട്ടിൽ ഇവിടെ ഉപ്പ ഉമ്മ അവർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. നോൺ വെജ് അവർ കഴിക്കൂല എന്നല്ല, അതിൽ ഉമ്മയുള്ളൂ നോൺ വെജ് കഴിക്കാത്തത്. ബീഫ് കഴിക്കും, ചിക്കനും മീനാവും ഉമ്മ കഴിക്കൂല കേട്ടോ. പക്ഷേ ബാക്കിയുള്ള എല്ലാവരും ചിക്കനും മീനും ഇതൊക്കെ കഴിക്കും. പക്ഷെ അവർക്കൊക്കെ പൊതുവെ അങ്ങനെയുള്ള ഇതിനേക്കായും ചോറ് വയ്ക്കും ഓല് ഇങ്ങനത്തെ നല്ല നാടൻ കൂട്ടാനുകളും അതുപോലെ ഇലക്കറികൾ പച്ചക്കറികൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഫുഡ് കഴിക്കും കേട്ടോ. അപ്പോൾ അത് ചെറുപ്പം മുതൽക്കേ മക്കളും ശീലിച്ചത് കാരണം എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഓലയിട്ടില്ല കേട്ടോ. മുട്ട ഉണ്ടെങ്കിലേ ചോറ് കഴിക്കും, അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിലേ ചോറ് കഴിക്കും, മീൻ ഉണ്ടെങ്കിലേ ചോറ് കഴിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമേ രണ്ട് മക്കളെയും കൊണ്ടും ഇല്ല. അവർക്ക് പച്ചക്കറി ആണെങ്കിലും അവർ ചോറ് കഴിക്കും കേട്ടോ. മീനും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്. പക്ഷേ എന്നാൽ കൂടെയും പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ എന്തുപ്പേരി ആണെങ്കിലും ഞാൻ ഈ വാക്ക് സ്കൂളിലോട്ട് കൊടുത്തു വിടും, ആൾ കഴിക്കുകയും ചെയ്യും കേട്ടോ, ചോറിൽക്ക് എന്ത് കൊടുത്തു വെച്ചാലും. അപ്പോൾ അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ അതാ കറിക്ക് വേണ്ടിയിട്ടുള്ള മുരിങ്ങ അവിടെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഇതാ ഞാൻ മുട്ട പൊരിക്കുകയാണ്. കാക്കു 2 ആംപ്ലേറ്റ് അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ 2 മുട്ടയും കൂടെ പൊരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ അരിമുളക് ഉണ്ടാവുകൊണ്ട് ഞാൻ എല്ലാത്തും അങ്ങ് വാരി വെതറി ഇടും കേട്ടോ. കഴിച്ചില്ലെന്നല്ല, ഞാൻ കഴിക്കും കേട്ടോ. അരിമുളക് നല്ല സാധനമല്ലേ, ഞാൻ കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എല്ലാത്തിക്കും വാരി വെതറി ഇട്ടുങ്ങാണ്ട് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഫുഡ്. അങ്ങനെ ഇനിയിപ്പോൾ അതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. പയറുപ്പേരിയും മുരിങ്ങ കറിയും പപ്പടം പൊരിച്ചതും രാവിലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, മുട്ട പൊരിച്ചതുണ്ടായിരുന്നു. അൽഹംദുലില്ലാ റാഹത്താണ് കേട്ടോ. ഇത്രയും കൂട്ടാനും കറികളൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കട്ടെ. ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ, കാക്കൂന് പോകാൻ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഫുഡ് വിളമ്പി ഫുഡ് കഴിച്ചിട്ട് പിന്നെ ആണ് ഞാൻ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞങ്ങളിരുന്ന് ഫുഡ് കഴിക്കട്ടെ. ആയാനക്കുട്ടിക്ക് ഞാൻ നേരത്തെ കൊടുത്തു കേട്ടോ, ഞങ്ങൾ കഴിക്കണതിൻ്റെ മുമ്പ് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ടമാവും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത്. വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം.